നമുക്കൊപ്പം ദുരന്ത ഭൂമിയിൽ നിന്ന് അവിടെ നൂറുദ്ദീൻ ചേരുന്നുണ്ട്. ശ്രീ നൂറുദ്ദീൻ, അവിടെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം എങ്ങനെയൊക്കെയാണ്? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ ഉരുൾപൊട്ടിയ സ്പോട്ടിൽ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിന് ആരും എത്താൻ പറ്റിയിട്ടില്ല. അവിടെ പാലം പോയത്. താങ്കൾ മുണ്ടക്കയത്ത് നിന്നാണോ സംസാരിക്കുന്നത്? അതെ, ഞാൻ മുണ്ടക്കായി ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് കുറെ കയ്യും കാലും ഒടിഞ്ഞ് റൂം കിടക്കുന്നുണ്ട്, മരിച്ചു കിടക്കുന്നുണ്ട്. 250 ആൾ എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്കാർക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകാനും വഴിയില്ല. രക്ഷാപ്രവർത്തനത്തിന് ആരും ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പക്ഷെ ഹെലികോപ്റ്റർ എന്തെങ്കിലും അയച്ചിട്ട് ഞങ്ങളെ ഇവിടുന്ന് ആദ്യം ഈ കയ്യും കാലും ഒടിഞ്ഞ് കരുന്നവരെ രക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി. അങ്ങ് തീർച്ചയായും മനസ്സിലാവുന്നുണ്ട്. അങ്ങിപ്പോ എവിടെയാണ്? അങ്ങ് സേഫ് ആണോ? ഞങ്ങൾ 250 ആളിപ്പോ സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഭയപ്പാടിലാണുള്ളത്. ഓക്കെ, അങ്ങക്കൊപ്പം ഇപ്പോ 250 പേരും ഉണ്ട്. നിങ്ങളെല്ലാം സേഫ് ആണ് ആ മേഖലയില്? അതെ 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 അതെ. ഓക്കെ, നിങ്ങൾക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? ഭക്ഷണം എത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഉള്ള കുറച്ച് അരിയൊക്കെ വെച്ച് ചെറിയ കഞ്ഞിയൊക്കെ കൊടുത്ത് ഗ്ലാസ്സിൽ ഓരോരുത്തർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് കുടിച്ചിട്ടുണ്ട്. ഭക്ഷണം എത്തിക്കാനൊന്നും അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് ആർക്കും വരാൻ പറ്റിയിട്ടില്ല. അതാണ് സ്ഥിതി. ശ്രീ നൂറുദ്ദീൻ, ഈ സംഭവം എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് വരുന്ന പാലം അത് പൊളിഞ്ഞുപോയി. കാരണം ഈ ചൂരൽമലയിൽ നിന്ന് അവിടേക്ക് എത്തുന്ന പാലം പൊളിഞ്ഞുപോയി. താൽക്കാലികമായിട്ട് ആ പാലം നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുക്കങ്ങളല്ലാതെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ ലിഫ്റ്റിങ്ങിലുള്ള മാർഗ്ഗങ്ങളൊക്കെ എത്രയും വേഗം ആ ഭാഗത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അങ്ങ് പാനിക് ആവരുത്. ഒപ്പം ഉള്ളവരുടെ അടുത്തും പാനിക് ആകാതെ നിങ്ങളെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കുക. എത്രയും വേഗം രക്ഷാപ്രവർത്തകർ നിങ്ങൾക്കരികിലേക്ക് എത്തും. ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അവിടേക്ക് തന്നെ എത്തും. ഈ ചുറ്റുമുള്ള മേഖലയിൽ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ആ മേഖലയിൽ ഒരുപാട് ലയങ്ങളിൽ ഒത്തിരി പേർ താമസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.